അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തക്കാളിക്കുട്ടനെയും കൊണ്ടിട്ടാണ് കേട്ടോ. ഇത് കഴിക്കാനുള്ള തക്കാളിയല്ല, നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു ടൊമാറ്റോ ബ്യൂട്ടി സോപ്പാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിത് ഇവിടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസാണ്. അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തക്കാളി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു സൈസിലാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി കൊണ്ടുവരണേ. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. തക്കാളിയുടെ പൾപ്പ് മാത്രമാണുള്ളത്. ഇതൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് ഇതേ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 400 ഗ്രാം സോപ്പ് ബേസിലേക്കുള്ള അളവിലാണ് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 10 ഗ്രാമോളം തക്കാളിയുടെ പൾപ്പ് വേണം. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയുടെ പൾപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ml പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സോപ്പിന് ഷെൽഫ് ലൈഫ് കിട്ടാനും അതുപോലെ തന്നെ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ഡ്രോപ്പോളം ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 2 ml കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. അതിലെ ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 8 ml ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ സോപ്പിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ഡ്രോപ്പോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മോൾഡ് അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ. ഇനി നമുക്ക് ഓരോ മോൾഡിലേക്കും നമ്മുടെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 400 ഗ്രാം ബേസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം ഓരോ സോപ്പുകളായിട്ട്. അപ്പോൾ ഇതേ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ബട്ടർഫ്ലൈയും ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഈ മോൾഡ് നല്ല രസമാണ് ഇതിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോപ്പുകളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സോപ്പുകളും കൂടെ മോൾഡിൽ നിന്ന് എടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ഉറപ്പും അതുപോലെ തന്നെ പതയൊക്കെയുള്ള നല്ല അടിപൊളി ബേസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സോപ്പുകളൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കണം. ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ഫിലിം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വാട്സപ്പിൽ പരമാവധി മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോൾ വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും കിട്ടില്ല കേട്ടോ. അതാണ് മെസ്സേജ് അയക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റാറില്ല. പറ്റുന്ന സമയങ്ങളിലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കവറിലാക്കണമെങ്കിൽ ആക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ട്രാൻസ്പെറൻറ്റ് കവറിലാക്കിയിട്ട് നമുക്കൊരു ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ത്രെഡ് വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ സോപ്പിന് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ സോപ്പിൽ എന്താ പറയുക സോപ്പിൻ്റെ കവർ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി കവർ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറാണ് ഈ ത്രെഡ് കളറ് വരുന്നത്. അപ്പോൾ നമുക്ക് കെട്ടിക്കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സോപ്പൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കുറേ പേരൊന്നും ഹൈപ്പ് ചെയ്യുന്നില്ല. ഹൈപ്പ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വെറൈറ്റി കിടക്കാച്ചി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോട് ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ.